ഈ വോട്ടർ പട്ടികയിൽ ആളില്ല എന്നുണ്ടെങ്കിൽ പൗരത്വം നഷ്ടപ്പെട്ടു എന്നൊക്കെയാണ് ഇപ്പോൾ ആളുകൾ പറഞ്ഞു നടക്കുന്നത്. എന്തത് പരിപാടി ആക്ച്വലി? അതിനൊക്കെയായി സംഭവം എന്താ വെച്ചാല് രാവിലെ മുതൽ ഇറങ്ങണേ, ആകെ കുഴങ്ങിയിട്ടുണ്ട്. ആൾക്കാരോട് മറുപടി പറഞ്ഞിട്ടും വിളിച്ചിട്ടുണ്ട്. നമുക്കിത് ഇങ്ങനെ കൊടുത്തു പോകുന്നതിനേക്കാളും ഉപരി ആൾക്കാരുടെ മറുപടി സംശയമാണ് വലിയ. തീർച്ചയായും ആൾക്കാർ പൊതുവെ ഭയങ്കര പാനിക്കാണ്. ഈ ചാനലിലൂടെ ഒരുപാട് ആൾക്കാർ വാച്ച് ചെയ്യുമ്പോൾ അവർക്കുള്ള കുറച്ച് ചെറിയ ചെറിയ സംശയങ്ങൾ എന്തൊക്കെ ആയിട്ട് വിചാരിച്ചിരിക്കുകയാണ്. സിമ്പിളാണ്. ഇതിലൊരാളുടെ പൗരത്വം ഒന്നും പോവില്ല. നമ്മൾ ഇന്ത്യയിൽ ജനിച്ച ആൾക്കാരാണ്. നമ്മൾ ആദ്യം വിശ്വസിക്കേണ്ടത് നമ്മൾ ഇന്ത്യക്കാരാണ്, നമ്മൾ ഇവിടുത്തെ ആൾക്കാരാണ്. നമ്മൾ ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ വോട്ട് ചെയ്യാനുള്ള ഒരു പ്രോസസ്സിന്റെ ഭാഗമായിട്ട് ഇലക്ഷൻ കമ്മീഷൻ വെച്ചിട്ടുള്ള ഒരു പ്രോസസ്സാണ് SIR എന്ന് പറയുന്നത്. അതിന്റെ അപ്പുറത്തേക്ക് വേറെ ഒന്നുമില്ല. ഇത് നേരത്തെ നടന്നിട്ടുള്ളതാണ്, 2002 നടന്നിട്ടുള്ളത്. അതിനുശേഷം ഒരുപാട് ആളുകൾ ഇങ്ങനെ വോട്ട് നമ്മൾ വോട്ടർ പട്ടികയിൽ ചേർത്തല്ലോ. അപ്പോൾ ഇനി ആ പഴയ 2002 വോട്ട് ആയിട്ട് 2025 ഇപ്പൊ നിലവിലുള്ള ആൾക്കാർ ഒന്ന് കണക്ട് ചെയ്യാം, ഒന്ന് ലിങ്ക് ചെയ്യാം. അന്നുള്ള ആൾക്കാർ ഇന്നുണ്ടെങ്കിൽ അത് നേരിട്ട് ലിങ്ക് ചെയ്യാം. അന്നില്ലാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഓലെ മക്കളും മരുമക്കളും ആയിട്ടുള്ള ആൾക്കാരെക്കാരല്ലോ ഓലെ ഒന്ന് പരസ്പരം ലിങ്ക് ചെയ്യുക എന്നുള്ള ഒറ്റ ഉദ്ദേശം മാത്രമേ ഇതിലുള്ളൂ. അപ്പൊ ഇത് ഫില്ല് ചെയ്യാൻ കൊടുക്കുന്ന ഒരു ഫോം ഉണ്ട്. ആ ഫോം തെറ്റിക്കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. 2002 എന്തോ ഒരു കണക്ഷൻ ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ പൗരത്വം പോയി കിട്ടി. എന്തൊക്കെയാ പറഞ്ഞിട്ടുണ്ടാക്കണേ? എന്തത് ആക്ച്വലി? ഫോം തന്നെ ഞങ്ങൾക്ക് കാണിച്ചാൽ പോയി നിൽക്കുക. അത് വളരെ സിമ്പിൾ ആയിട്ടുള്ള സാധനമാണ്. അതൊക്കെ ആയിപ്പെട്ടാണ് ഈ സാധനങ്ങൾ. ബാക്കിയുള്ളതാണ്. ബാക്കിയുള്ളതെന്ന് പറഞ്ഞാൽ കൊടുക്കാത്തതല്ല. ഇതാണ് ഫോം. ഈ ഫോം നോക്കി നിങ്ങള്, വളരെ സിമ്പിൾ ആണ്. ആദ്യത്തെ ഭാഗത്ത് നമ്മളെ ഈ ഒരു വോട്ടറുടെ ഡീറ്റെയിൽസ് ഉണ്ടാവും. ഇപ്പൊ നിങ്ങളെ ID കാർഡും എന്താ ഉള്ളത്, അല്ലെങ്കിൽ നിങ്ങളെ ഇപ്പൊ നിലവിലുള്ള വോട്ടർ പട്ടിക എന്താ ഉള്ളത്, ആ ഡീറ്റെയിൽസും ആ ഫോട്ടോ ആണ് ഇവിടെ ഉണ്ടാവുക. കുറെ മുന്നത്തെ ഫോട്ടോക്കാരൻ ഉണ്ടാവുക. അപ്പൊ ഒന്ന് മാറ്റണം, പുതിയ ഫോട്ടോ കൊടുക്കണം. കാരണം പഴയ കാലത്ത് 18 വയസ്സായപ്പോഴുള്ള ഫോട്ടോക്കാരൻ ഇപ്പൊ ഉണ്ടാവുക, ഇതിനുണ്ടാവുക. ഇപ്പൊ നമുക്ക് 34 വയസ്സായിട്ടുണ്ടാവും. ആ 34 വയസ്സ് ഇവിടെ ഫോട്ടോ മാറ്റി കൊടുക്കണ്ടേ, അത് ഇവിടെ നോട്ടിച്ചു കൊടുക്കാം. അപ്പൊ ഇനി നമുക്ക് അടുത്ത ഭാഗം എന്ന് പറയുന്നത് ഈ ഫോമിനെ നമുക്ക് 3 ആയിട്ട് തിരിച്ചാം. ഇത് കോളം 1, പിന്നെ ഇവിടെ ഒരു കോളം 2, ഇവിടെ ഒരു കോളം 3. അപ്പൊ 2, 3 അവിടെ നിൽക്കട്ടെ. കോളം 1 എന്ന് പറയുന്ന ഭാഗം ഇതിലുള്ളത് ഈ വോട്ടറുടെ ഡേറ്റ് ഓഫ് ബർത്ത്. എന്താണ് ഡേറ്റ് ഓഫ് ബർത്ത് അറിയാലോ. അപ്പൊ ആ ഡേറ്റ് ഓഫ് ബർത്ത് ഏതെങ്കിലും രേഖ നോക്കിയിട്ട് എഴുതി വെക്കുക. ആധാർ നമ്പർ എഴുതുക, മൊബൈൽ നമ്പർ എഴുതുക, പിതാവിന്റെ പേര് എഴുതുക. പിതാവിന്റെ ID കാർഡ് ലഭ്യമാണെങ്കിൽ, നിർബന്ധമല്ല, അതിങ്ങനെ കുറെ കൂടി നിൽക്കേണ്ട ആവശ്യം. ലഭ്യമാണെങ്കിൽ മരണപ്പെട്ട പിതാവാണെങ്കിൽ എല്ലാ, അതായത് മരണപ്പെട്ടാലും ഇല്ലാന്നുണ്ടെങ്കിലും പിതാവ് ഉണ്ടല്ലോ, പിതാവിന്റെ പേര് കൊടുക്കുക, മാതാവിന്റെ പേര് കൊടുക്കുക, പങ്കാളിയുടെ പേരുണ്ടെങ്കിൽ അത് കൊടുക്കുക. ഇനി അത് ബാധകമാണെങ്കിൽ, കല്യാണം കഴിക്കാത്ത ആൾക്കാർക്ക് പങ്കാളി ഇല്ലെന്നുണ്ടെങ്കിൽ വേണ്ട. പങ്കാളിയുടെ എപ്പിക് നമ്പർ കൊടുക്കുക. എപ്പിക് നമ്പർ എന്ന് പറഞ്ഞ ഒരു ഭാഗമുണ്ട്. എപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ഷൻ ഫോട്ടോ ഐഡന്റിറ്റി കാർഡ് നമ്പർ. നമ്മുടെ അടുത്തൊക്കെ നിങ്ങളുടെ അടുത്തുണ്ടാവില്ല ID കാർഡ്. ആ ID കാർഡിന്റെ നമ്പറാണ് ഈ എപ്പിക് നമ്പർ എന്നത്. അത് ലഭ്യമാണെങ്കിൽ കൊടുത്താൽ മതി, ഇല്ലാന്നുണ്ടെങ്കിൽ ഒന്നും പ്രശ്നമില്ല. അപ്പൊ ഒന്നാമത്തെ കോളം ഫില്ലായി. ഇനി രണ്ടാമത്തെ കോളം. ഈ രണ്ടാമത്തെ കോളം ഫില്ലാക്കേണ്ടത് നമ്മൾ ഇവിടെയുള്ള ഈ വോട്ടർ ഉണ്ടല്ലോ, ഇയാള് 2002 അയാൾക്ക് വോട്ട് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അദ്ദേഹം 2002 പട്ടികയിലെ ആളുണ്ടെങ്കിൽ, അതൊരു 40 വയസ്സിന്റെ മുകളിലുള്ള ആൾക്കാർ മാത്രമേ ഉണ്ടാവുള്ളൂ. അങ്ങനത്തെ ആളുകൾ 2002 അവരുടെ പട്ടിക നോക്കുക. പട്ടിക നോക്കിയിട്ട് 2002 ആ പട്ടികയിൽ അവരെവിടെയാണ് എന്നുള്ളതാണ്. അപ്പൊ അന്നത്തെ വോട്ടറുടെ പേര്, അപ്പൊ ഇന്നിപ്പോ അബ്ദുൽ ലത്തീഫാണ് പേര്, അന്ന് വെറും പട്ടികയിൽ ലത്തീഫ് മാത്രമാണെങ്കിൽ അത് ലത്തീഫാണോട് ചെയ്യുന്നുണ്ട്. അന്നത്തെ പട്ടിക എടുക്കുക, അതിൽ ആ കോളം നോക്കുക. ഫസ്റ്റത്തെ കോളത്തില് ഒരു നമ്പർ ഉണ്ടാവും. അതെന്താ വെച്ചാല് ഇവിടെ എഴുതേണ്ടതാ നിയമസഭാ മണ്ഡലത്തിന്റെ നമ്പർ, ഇവിടെ എഴുതുന്ന നമ്പർ. പിന്നെ അടുത്തത് ഭാഗം നമ്പർ, പാർട്ട് നമ്പർ എന്ന് പറഞ്ഞുണ്ട്. അത് നമ്മളെ അടുത്തുള്ള ഏതെങ്കിലും സ്കൂളിൽ ബൂത്ത് ഉണ്ടല്ലോ, അതിന്റെ നമ്പറാണ്. പിന്നെ ഉള്ളവ ഒരു ക്രമ നമ്പറാണ്. അതാണ് നമ്മളെ അന്നത്തെ നമ്മളിങ്ങനെ വോട്ട് ചെയ്യുന്ന സമയത്ത് വിളിച്ചിട്ടുള്ള നമ്പർ. അപ്പൊ ആ 3 നമ്പറും നമ്മുടെ 2002 പട്ടികയിൽ ആദ്യത്തെ 3 കോളത്തിൽ നിന്ന് കിട്ടും. പിന്നെ അതിന്റെ നേരെ നോക്കി കഴിഞ്ഞാൽ നമ്മുടെ വോട്ടറുടെ പേരുണ്ടാവും, ആ പേര് എഴുതും. പിന്നെ അവിടെ നോക്കി കഴിഞ്ഞാൽ കുറച്ചപ്പുറത്ത് ആ നേരങ്ങൾ നോക്കി കഴിഞ്ഞാൽ അവിടെ എപ്പിക് നമ്പർ ഉണ്ടാവും. അന്നത്തെ വോട്ടർ ഐ ഡി നമ്പർ, ആ നമ്പർ ഇത് അന്നത്തെ എഴുതിയാൽ മതി. അതും ലഭ്യമാണെങ്കിലാണ്. ഈ എപ്പിക് നമ്പർ എവിടെയും നിർബന്ധമല്ല. അതിമ കയറിയാണ്ട് കുറെ സൈക്കിൾ എടുത്തിട്ടുണ്ടാവും. പിന്നെ അടുത്തത് അന്നത്തെ അതിൽ അടുത്തൊരു കോളത്തിൽ ബന്ധുവിന്റെ പേരുണ്ടാവും. അന്നത്തെ ഒരു ബന്ധം കാണിക്കുന്നുണ്ടാവും. പിന്നെ ജില്ല ഏതാണ്, മലപ്പുറമാണോ പാലക്കാടാണോ എന്ന് വെച്ചാൽ അത്. പിന്നെ സംസ്ഥാനം,
പിന്നെ ഏത് മണ്ഡലത്തിലാണ് എന്നുള്ളത്. ഈ നമ്പർ ഈ 30 ഇവിടെ നമ്മൾ വണ്ടൂർ മണ്ഡലമാണെങ്കിൽ 031, മഞ്ചേരി ആണെങ്കിൽ 033, അങ്ങനെ കുറെ നമ്പർ ഉണ്ടാവും. അത് അന്ന് ഏതാണ് മണ്ഡലം അത് എഴുതാം. അപ്പൊ ഈ കോളം ഫില്ലായി. ഓക്കെ. അപ്പൊ ഈ പറഞ്ഞ ഈ 2002 ഡീറ്റെയിൽസ് എവിടുന്ന് കിട്ടും? അത് നമുക്ക് ഇലക്ഷൻ കമ്മീഷന്റെ വെബ്സൈറ്റ് ഉണ്ട്, വാട്സപ്പ് കൂടെ ഒക്കെ കറങ്ങുന്നുണ്ട് കുറെ ലിങ്കുകൾ. അതിന് സിമ്പിൾ ആയിട്ട് എടുക്കാം. ഇലക്ഷൻ കമ്മീഷന്റെ ഇതിൽ നിന്ന് നമുക്ക് 2002 വോട്ടർ പട്ടിക ഡൗൺലോഡ് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ നമ്മളെ വാപ്പാന്റെ പേര് അല്ലെങ്കിൽ നമ്മളെ പേര് നമ്മൾ 2002 ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ പേരടിച്ച് നമ്മളെ വീട്ടുപേരടിച്ച നമ്മളെ ജില്ല നമ്മൾ ഏത് മണ്ഡലത്തിലായിരുന്നു എന്നുള്ളത് സെലക്ട് ചെയ്യാം, സെർച്ച് ചെയ്യാം. അപ്പൊ അവിടെ നമ്മളെ പേര് കാണും. അപ്പൊ അത് നേരെ നോക്കുക. നേരെ നോക്കി കഴിഞ്ഞാൽ അതിൽ ഇങ്ങനെ ഈ നമ്മളിവിടെ എഴുതേണ്ട ഫുൾ ഡീറ്റെയിൽസ് ഒരു ഇതായിട്ട് കിട്ടും. അല്ലെങ്കിൽ ആ 2002 പട്ടിക ഫുള്ളായിട്ട് ഡൗൺലോഡ് ചെയ്ത് ഇങ്ങനെ നമുക്ക് നോക്കിയെടുക്കാം. അപ്പൊ മൂന്നാമത്തെ കോളം 2002 വോട്ടർ ആണെന്നുണ്ടെങ്കിൽ മൂന്നാമത്തെ കോളം ഒന്നും ചെയ്യേണ്ട, ബ്ലാങ്ക് ആണ്. 2002 ഉള്ള ആളാണ്. ഇല്ലാത്ത ആൾക്കുള്ളതാണ്. അപ്പോ സപ്പോസ് ഞാന് 2002 വോട്ടർ പട്ടികയില്ല, എന്റെ വാപ്പേ ഉള്ളൂ. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം? രണ്ടാമത്തെ കോളം അവിടെ ബ്ലാങ്ക് ആക്കിയിടാം. മൂന്നാമത്തെ കോളമാണ് എനിക്കുള്ളത്. ഒന്നാമത്തെ കോളം എല്ലാവർക്കും ഉള്ളതാണ്. ഇനി എനിക്ക് 2002 ഞാനില്ല, അതുകൊണ്ട് എനിക്കുള്ള കോളാണ് ഇത്. എനിക്കുള്ള കോളത്തിൽ എഴുതേണ്ടത് എന്റെ വാപ്പാന്റെ ഡീറ്റെയിൽസ് ആണ്. എന്റെ വാപ്പ 2002 ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഡീറ്റെയിൽസ് ഇവിടെ എഴുതാം. അതെന്താണോ ഇവിടെ നമ്മൾ എവിടുന്നാണോ എടുത്തത് അതേ സ്ഥലത്ത് നിന്ന് എടുത്തുകൊണ്ട് ആ ഡീറ്റെയിൽസ് ഇവിടെ എഴുതാം. വാപ്പാന്റെ ഡീറ്റെയിൽ എടുക്കുക, വാപ്പാന്റെ ഡീറ്റെയിൽസ് എടുക്കുക, ഇവിടെ എടുക്കാം. ഒരു ഫോം വീട്ടില് വാപ്പ ഫില്ല് ചെയ്തിട്ടുണ്ടാവും, വാപ്പാന്റെ ഫില്ല് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ വാപ്പാന്റെ ഡീറ്റെയിൽസ് ഓടുകൂടി ഉണ്ടല്ലോ, ഇവിടെ ഇടാം. ഇത്രേ ഉള്ളൂ. ഇനി വേറൊരു കാര്യം, നമുക്ക് ഒരുപാട് സംശയമുള്ള ഒരു ഭാഗമാണ് ഈ ബന്ധം എന്ന് പറയുന്ന ഭാഗം. ഇത് 2 രീതിയിലുള്ള പ്രചാരണങ്ങളുണ്ട്. അപ്പൊ നമുക്ക് ഇത് രണ്ടും തള്ളാനൊന്നും നിൽക്കണ്ട. നമ്മൾ എന്ത് ചെയ്താൽ മതി, ഈ ഫോം ഫില്ല് ചെയ്താണ്ട് BLO ഒരു ആപ്പ് ഉണ്ട്, ആ ആപ്പിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോസസ്സിന് വേണ്ടിയിട്ടാണ്. അപ്പൊ BLO മനസ്സിലാവണം ഈ വോട്ടറും ഈ ഇവിടുത്തെ ബന്ധു ഈ പറഞ്ഞ വാപ്പയും തമ്മിലുള്ള ബന്ധം അത് പിതാവാണെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ ഈ പിതാവിന്റെ പേരിന്റെ നേരെ ഇവിടെ ബ്രാക്കറ്റിൽ പിതാവ് എന്ന് എഴുതിയാൽ അതും ക്ലിയർ ആയി. ഇതില് കുറെ ചർച്ചകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇത്ര സിമ്പിൾ ആയിട്ട് നമുക്ക് ഫില്ല് ചെയ്യാം. താഴെ നമ്മുടെ വോട്ടറുടെ ഒപ്പോ അല്ലെങ്കിൽ വീട്ടിലത്തെ ആരെങ്കിലും, ഞാൻ പറഞ്ഞ പ്രവാസികളാണെന്നുണ്ടെങ്കിൽ ഓല് വീട്ടിലത്തെ ആൾക്കാർ ആരെങ്കിലും ഒപ്പിട്ടാൽ മതി. ആരെങ്കിലും മുതിർന്ന ആളോ ഒപ്പിട്ടാണ്ട്, ഇപ്പൊ പിതാവാണ് ഒപ്പിടണമെങ്കിൽ എഴുതുക, ഇന്ന ആള് അസൈനാറ് പിതാവാണ്, ഒപ്പിടുക, ഡേറ്റ് ഇടുക, കഴിഞ്ഞു. BLO നിങ്ങൾക്ക് ഒപ്പിടും. ഇങ്ങനത്തെ 2 കോപ്പി ഒരാൾക്കുണ്ടാവും. 2 കോപ്പി ഇതേമാതിരി ഫില്ല് ചെയ്തതിനു ശേഷം ഒരു കോപ്പി BLO നിങ്ങളെ കയ്യിൽ തരും, ഒരു കോപ്പി BLO കൊണ്ടുപോകും. ഇതാണ് പ്രോസസ്. അല്ല, അപ്പൊ ഇതില് പ്രവാസികളുടെ വോട്ട് പോവും അല്ലെങ്കിൽ പ്രവാസികൾക്ക് ഇത് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നത് വെറുതെയാണ്. പ്രവാസിന്റെ ഇവിടെ ഉള്ള ബന്ധു ഒപ്പിട്ട് കൊടുത്തിട്ട് ഇത് ഫില്ല് ചെയ്ത് കൊടുത്താൽ തീരാവുന്ന പ്രശ്നമല്ലോ. പ്രവാസികള് 2025 വോട്ടർ പട്ടികയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ ഫോം കിട്ടും. അവരെ വാപ്പ അല്ലെങ്കിൽ വീട്ടിലത്തെ ആൾക്കാർ ഫില്ല് ചെയ്ത് കൊടുത്താൽ. ഇനി അവര് വോട്ട് ഇല്ല, ഇപ്പോൾ 2025 വോട്ടില്ല, എന്താ ചെയ്യേണ്ടത്? അവർ ഈ ഡിസംബർ 9 ശേഷം അവർക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാം. ഓൺലൈനായിട്ട് അപേക്ഷിച്ച് കഴിഞ്ഞാൽ നമ്മുടെ മൊബൈലിൽ നിന്നൊക്കെ സിമ്പിളായിട്ട് അപേക്ഷിക്കാൻ പറ്റുന്ന രീതി തന്നെ. അപ്പോൾ അത് അപേക്ഷിച്ച് കഴിഞ്ഞാൽ അവർക്ക് വോട്ട് ഉണ്ടാവും. എന്താണ് കോഫി ടീ? നമുക്ക് ഒരു കോഫിയോ എനർജി ആയിക്കോട്ടെ. കോഫി 2 കോഫി, ഫിൽറ്റർ കോഫി ആയിക്കോട്ടെ. ഓക്കെ. അപ്പോൾ ഇത് നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ സ്ഥാപനമാണ്. ഇല്യാസ് എന്ന പേര്, മണ്ണാർക്കാട്ടുകാരനാണ്. സാമൂതിരീസ് എന്ന് പറഞ്ഞിട്ട് ഇന്നാണ് ഈ ഒരു കഫേൻ്റെ ഒരു സോഫ്റ്റ് ലോഞ്ച് ഉള്ളത്. യാദൃശ്ചികമായി ഞാൻ ഇവിടെ വന്ന് പെട്ടതാണ്. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നീ അവിടെ നിന്ന് ഇങ്ങോട്ട് വൈകും. അപ്പോൾ ഞാൻ ഇങ്ങനെ നോക്കിയപ്പോൾ നല്ലൊരു സ്പോട്ട് കയറിയപ്പോൾ മൂപ്പരയാണ്. അപ്പോൾ അവിടെ ഇരുന്നിട്ട് എന്തായാലും ഒരു കോഫി ഇത് എടുത്തളയാന്ന് വിചാരിച്ച്. ഇതാണ് ഇല്യാസ് കേട്ടാ. ഇല്യാസാ, അപ്പോൾ ഇതാണ് ഇല്യാസ്. ഇതെൻ്റെ ഫ്രണ്ടാണ്, നമ്മുടെ മിൻഷാദ്. മൂപ്പര് ITL അധ്യാപകനാണ്, ഇപ്പൊ BLO കൂടിയാണ്, പാർട്ട്ണറാണ്. സുഖല്ലേ? സംഭവം ഒന്ന് സ്റ്റാർട്ട് ചെയ്തു അല്ലേ? ഉഷാറാവട്ടെ. എന്തൊക്കെയാണ് ഇവിടെ ഉള്ളത്? ഇവിടെ എന്താ പറയാ, ഉടുപ്പി സ്റ്റൈലിലുള്ള, ഉടുപ്പി ടേസ്റ്റിലുള്ള എല്ലാ വെജിറ്റേറിയൻ ഫുഡ്സും. പിന്നെ മെയിൻ വിഭവം പാലക്കാട് രാമശ്ശേരി പ്രസിദ്ധമായിട്ടുള്ള രാമശ്ശേരി ഇഡ്ഡലിയാണ്.
അപ്പൊ നമ്മുടെ പെരിന്തൽമണ്ണ ബൈപ്പാസിൽ വന്നു കഴിഞ്ഞാൽ പാലക്കാടുള്ള രാമശ്ശേരി ഇഡ്ഡലി അതേ സ്വാദിൽ ഇവിടുന്ന് കഴിക്കാൻ നമ്മൾ. ഞാൻ എന്റെ ഡ്യൂട്ടി പാലക്കാടാണ് ഇപ്പൊ മലപ്പുറം. അപ്പൊ ഇതിലൂടെയാണ് ഞാൻ പാസ് ചെയ്യുന്നത്. അപ്പൊ ഇനി ഇവിടുന്ന് രാമശ്ശേരി ഇഡ്ഡലി അടിച്ചിട്ട് വിട്ടോണ്ട്. ഓക്കെ, നിഷാദ് BLO കൂടിയാണ്. അപ്പൊ ഇപ്പോഴത്തെ സംശയങ്ങൾ ഞങ്ങൾക്ക് ജനങ്ങൾക്കുള്ള ഒരുപാട് സംശയം അത് തീർത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ ഇടയിൽ ഒരു കോഫിയും കൂടി കുടിച്ചാൽ നിഷാദ് ഭായി, ഈ മൂന്നാമത്തെ കോളത്തിൽ മാതാവും പിതാവും ഇല്ലെങ്കിൽ എന്താ ചെയ്യേണ്ടത്? അപ്പോൾ അവരുടെ മാതാപിതാക്കൾ ഉണ്ടാവുമല്ലോ, മുത്തശ്ശനും മുത്തശ്ശിന്ന് അല്ലെങ്കിൽ വാപ്പ വല്യപ്പ എന്നൊക്കെ പറയുന്ന ആൾക്കാർ. അപ്പൊ അത് രണ്ട് രീതിയിലുണ്ടാവും, ഉമ്മാന്റെ ഉണ്ടാവും ഉപ്പാന്റെ ഉണ്ടാവും. അങ്ങനെ ആ രീതിയിൽ നമുക്ക് നോക്കിയാൽ മതി. അപ്പോൾ ഇനിയിപ്പോൾ എന്താണ്, ഇപ്പോൾ ഈ പറഞ്ഞ മാതിരി തന്നെ ആ 2002 കോളത്തിൽ മാതാവും ഇല്ല പിതാവും ഇല്ല, ഈ ഗ്രാൻഡ് പാരൻസും ആരും ഇല്ല. അങ്ങനെയുള്ളവര് ഏറ്റവും അടുത്തൊരു ബന്ധുവിന്റെ ഡീറ്റെയിൽസ് കൊടുത്താൽ മതി. ഏറ്റവും അടുത്ത ബന്ധു എന്ന് പറയുമ്പോൾ ബ്ലഡ് റിലേഷൻ, അങ്ങനത്തെ ബന്ധുവിന്റെ റിലേഷൻ കൊടുത്താൽ മതി. ഇപ്പോൾ അച്ഛന്റെ ചെറിയ അച്ഛൻ അല്ലെങ്കിൽ വലിയ അച്ഛൻ അങ്ങനത്തെ ആളുകളൊക്കെ 2002 ലിസ്റ്റിലുണ്ടെന്നുണ്ടെങ്കിൽ അത് കൊടുക്കുക. ഇനി അതും ഇല്ലാന്ന് കൂട്ടിക്കോളെ. അതും ഇല്ലാന്നുണ്ടെങ്കിൽ ഈ 2 കോളം അവർക്ക് ഇല്ലല്ലോ, അപ്പൊ അവര് അത് ബ്ലാങ്ക് ആയിട്ടില്ല, മേലത്തെ ഈ കോളം മാത്രം ഫില്ല് ചെയ്യുക, വേറെ രീതിയോട് ഒപ്പിട്ട് കൊടുക്കുക. അപ്പൊ അതിന്റെ പ്രോസസ്സ് എന്താ വെച്ച് കഴിഞ്ഞാല് അവർക്ക് കമ്മീഷൻ ഒരു നോട്ടീസ് നൽകും. അവർ ഡ്രാഫ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ട് നോട്ടീസ് നൽകും. അപ്പൊ അവർ ആ നോട്ടീസ് നൽകുന്ന സമയത്ത് രേഖകൾ എന്തെങ്കിലും ഹാജരാക്കിയാൽ മതി. അവരിവിടെ ജീവിച്ചിരിപ്പുണ്ട്, അവരുടെ ഇവിടെ പഠിച്ച സ്കൂൾ സർട്ടിഫിക്കറ്റ് ഉണ്ടാവും, ആധാർ ഉണ്ടാവും, പാസ്പോർട്ട് ഉണ്ടാവും, അങ്ങനത്തെ രേഖകളൊക്കെ ഉണ്ടാവും. ഒരു 11 രേഖകൾ പറഞ്ഞിട്ടുണ്ട്. ആ രേഖകളുടെ ഏതെങ്കിലും ഒന്ന് സമർപ്പിച്ചാൽ മാത്രം മതി അല്ലേ? അല്ല, ഇത് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അല്ലെങ്കിൽ ഇതിന്റെ ഒപ്പം അറ്റാച്ച് ചെയ്യേണ്ട അങ്ങനെ വല്ല രേഖകൾ വല്ലതും ഉണ്ട്? ഇതിന്റെ കൂടെ ഒരു രേഖയും ഇപ്പോൾ കൊടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടില്ല. ഈ കാര്യങ്ങൾ എഴുതിയാണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് BLO ഈ സംഭവം ഫില്ല് ചെയ്തുകൊണ്ട് കൊടുത്ത് സബ്മിറ്റ് ചെയ്യും. മറ്റു കാര്യങ്ങളെല്ലാം ERO അതിന്റെ മുകളിലുള്ള തലങ്ങളിൽ കാര്യങ്ങൾ ചെയ്തിട്ട് ചെയ്യും. അതായത് ഡിസംബർ 9-ാം തീയതി ഡ്രാഫ്റ്റ് പബ്ലിഷ് ചെയ്യും. ഡിസംബർ 4-ാം തീയതി ഇത് കൊടുക്കാനുള്ള അവസാന ഡേറ്റ്, ഡിസംബർ 9-ാം തീയതി ഡ്രാഫ്റ്റ് പബ്ലിഷ് ചെയ്യും. ആ ഒരു 4 ദിവസം കൊണ്ട് തന്നെ അവർ ചെയ്യും. അപ്പൊ ഈ ഒരു പ്രോസസ്സ് വളരെ സിമ്പിളാണ്. അല്ലെങ്കിൽ ഇത്രയും ആൾക്കാർക്ക് ഒരുമിച്ച് ചെയ്യാൻ കഴിയില്ലല്ലോ. അപ്പൊ ഇത് ഓൾറെഡി നമുക്കിത് ജസ്റ്റ് ലിങ്ക് ചെയ്യേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. ഓക്കെ, നമ്മൾ ഇത് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഏത് രേഖയാണ് നമ്മുടെ കയ്യിൽ വേണ്ടത്? ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ അടുത്ത് നമ്മുടെ ID കാർഡ്, ആധാർ കാർഡ്, പിന്നെ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഉണ്ടാവണം എന്നുള്ളത് മാത്രമാണ്. പിന്നെ 2002 വോട്ടർ പട്ടികയുടെ ഡീറ്റെയിൽസ് നമ്മൾ പറഞ്ഞു. ആ ഡീറ്റെയിൽസ് നമ്മളതോ അല്ലെങ്കിൽ നമ്മുടെ മാതാപിതാക്കളോ ബന്ധുക്കളോ ഡീറ്റെയിൽസ് കയ്യിലുണ്ടെങ്കിൽ അത് ഫില്ല് ചെയ്യാം. ഓക്കെ, പിന്നെ ഒരു സംശയമുള്ള എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ മരിച്ചുപോയ ആൾക്കാർ കല്യാണം കഴിഞ്ഞ് മറ്റ് സ്ഥലങ്ങളിൽ പോയവരില്ലേ, അവരെങ്ങനെ ഈ ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ? ഇത് നോക്കിക്കഴിഞ്ഞാലേ ഇതിപ്പോ ഞാൻ വീട്ടിൽ കൂടെ ഇങ്ങനെ പോയപ്പോൾ മരിച്ച ആൾക്കാരെ ഫോമാണ്. അപ്പോൾ അവരെ വീട്ടിൽ പോയിട്ട് അവര് മരണപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് അവരോട് എഴുതിക്കൊണ്ട് ഒപ്പിടിക്കും. അവരെ അങ്ങനെ എഴുതിക്കൊണ്ടിരിക്കും. SIR എന്ന് പറയുന്ന സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ എന്ന് പറയുന്ന ഈ ഒരു പ്രോസസ്സ്, ഈ പ്രോസസ്സിന്റെ ഉദ്ദേശം തന്നെ അർഹരായിട്ടുള്ള ഒരാളെയും വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താക്കാതിരിക്കുക, അനർഹരായിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ പുറത്താക്കുക. ഒരാള് ആ ബൂത്തിന്റെ പരിധിയിൽ ആരൊക്കെയാണോ താമസിക്കുന്നത് അല്ലെങ്കിൽ ആ ഒരു ഇവിടെ താമസിക്കുന്ന ആളുകളെ മാത്രം ആ പട്ടികയിൽ ഉൾപ്പെടുത്തുക. അല്ലാത്ത ആളുകളെ അവിടുന്ന് അവർ അർഹർ അല്ല എന്നല്ല, അവര് എവിടെയാണോ താമസിക്കുന്നത് അവിടെ അവർക്ക് വോട്ട് ചേർക്കുക. അതാണ് ഈ പ്രോസസ്സിന്റെ ഉദ്ദേശം. ഇതിൽ ഏറ്റവും കൂടുതൽ പാനിക് ആവുന്ന വിഷയം എന്താ അറിയോ? ഈ ലിസ്റ്റ് വന്നു കഴിഞ്ഞാൽ പലരും പുറത്തു പോയേക്കാം. ഡ്രാഫ്റ്റ് വരുന്ന സമയത്ത് നമ്മൾ അവിടെ താമസിക്കാത്ത ആളുകൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, പുറത്തു പോകും. അപ്പൊ അവർക്ക് അത് ഡ്രാഫ്റ്റ് ആണ്, ഫൈനൽ അല്ല. ഡ്രാഫ്റ്റ് ഈ പ്രോസസ്സിന്റെ ഭാഗമാണ്. കരട് വന്നിട്ട് നേരിട്ട് ഫൈനൽ ഇറക്കല്ലല്ലോ. കരട് വന്നതിന് ശേഷം അതിൽ ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലെയിം ആൻഡ് ഒബ്ജക്ഷൻസ് എന്ന് പറയുന്ന അവസരമുണ്ട്. നമ്മൾ ഉൾപ്പെട്ടില്ല, എന്തുകൊണ്ട് ഉൾപ്പെട്ടില്ല എന്നുള്ള കാരണങ്ങൾ കൃത്യമായിട്ട് അവിടെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ടാവും. നമ്മൾ അവിടെ ഉണ്ടാവില്ല. അപ്പൊ എന്ത് ചെയ്യണം, അപ്പുറത്ത് നമ്മൾ എവിടെയാണോ താമസിക്കുന്നത് അവിടെ നമ്മൾ അപേക്ഷ കൊടുക്കണം. അത് നമുക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാം, അല്ലെങ്കിൽ ഓഫ്ലൈനായിട്ട് BLOനെ സമീപിച്ചിട്ട് ആ BLOന്റെ അടുത്ത് നിന്ന് ഒരു ഫോം 6 കിട്ടും, അത് വെച്ചിട്ട് അപേക്ഷിക്കാം. അപ്പോൾ അപേക്ഷിക്കുന്ന സമയത്ത് പുതിയൊരു വോട്ടർ അപേക്ഷിക്കുന്ന പോലെ കൃത്യമായിട്ട് അപേക്ഷിച്ചാൽ മതി. ആ ഇവിടുന്ന് ഷിഫ്റ്റ് ആയിട്ടുള്ള ആളുകൾക്ക് വളരെ സിമ്പിളായിട്ട് അവരുടെ അടുത്ത് ഓൾറെഡി ഒരു വോട്ടർ ID ഉണ്ടാവും. ആ വോട്ടർ ID വെച്ചിട്ട് ഞങ്ങൾ ഷിഫ്റ്റ് ആക്കി തരാൻ വേണ്ടിയിട്ട് മാത്രമുള്ള അപേക്ഷ കൊടുത്താൽ മതി. ഓക്കെ, വേറൊരു ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കും എൻ്റെ മക്കൾക്കും എൻ്റെ ഭാര്യയ്ക്കും അതിൽ എൻ്റെ മക്കൾക്ക് എൻ്റെ മറ്റേ ഇതുണ്ടല്ലോ എൻ്റെ ഡീറ്റെയിൽസ് എടുത്ത് വെക്കാം, ഭാര്യയ്ക്ക് അത് ഉപയോഗിച്ചാൽ മതിയോ? അല്ലെങ്കിൽ ആ 2002 എന്തെന്നായാലും ഭാര്യ ഇപ്പോൾ നമ്മൾ കല്യാണം കഴിച്ച് കൊണ്ടുവന്ന ആ സ്ഥലത്തില്ലാത്താണ്, അവളുടെ വീടിൻ്റെ ഭാഗത്തായിരിക്കും. അത് അങ്ങനെയുള്ള കേസുകൾ എന്താ ചെയ്യുന്നത്? ഇങ്ങനെ ഭാര്യ എന്നുള്ള സംഭവം കമ്മീഷൻ അറിയില്ല. എല്ലാവരും മനുഷ്യന്മാരാണ്, അവർക്കൊരു മാതാപിതാക്കൾ ഉണ്ടാവും. ഒറ്റ നിയമമേ ഉള്ളൂ, ഏതൊരാൾക്കും അവര് 2002 ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെ ഡീറ്റെയിൽസ് ചെയ്താൽ, അവരില്ലാന്നുണ്ടെങ്കിൽ അവരുടെ പാരന്റ്സ് ഡീറ്റെയിൽസ് ചെയ്താൽ. അത് മരുമക്കളാണെന്നുണ്ടെങ്കിലും ഭാര്യയാണെങ്കിൽ എന്തായാലും.
മിൻഷാ ഭായി, ഒരാൾക്ക് ഇലക്ട്രൽ ID ഉണ്ട്, പക്ഷേ അയാളുടെ പേര് ഇതിൽ ലിസ്റ്റിൽ വന്നിട്ടുമില്ല, അയാൾക്ക് ഫോമും കിട്ടിയിട്ടില്ല, അയാളുടെ BLO ആരാണെന്നും അറിയില്ല. അത് കണ്ടുപിടിക്കാൻ എന്താ ചെയ്യുന്നത്? വളരെ സിമ്പിളാണ്. ഇത് എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ്. അവർക്ക് ID കാർഡ് ഉണ്ട്, എവിടെയാണുള്ള ഒരു വോട്ടുള്ള ഒന്നും അവർക്ക് അറിയില്ല. വളരെ സിമ്പിൾ. അവർ ID കാർഡ് ഉണ്ടാവുമല്ലോ, ID കാർഡ് മേലെ നമ്പർ ഉണ്ടാവും, UL HMT എന്നൊക്കെ തുടങ്ങുന്ന നമ്പർ ഉണ്ടാവും. ആ നമ്പർ എടുക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, ഈ ഒരു വെബ്സൈറ്റ് ഉണ്ട്, ഇലക്ഷൻ കമ്മീഷന്റെ ഇലക്ട്രൽ സെർച്ച് എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് ഉണ്ട്. ആ വെബ്സൈറ്റിൽ അവരുടെ ID കാർഡ് കൊടുക്കുക, അവിടെ നേരെ അവരുടെ സ്റ്റേറ്റ് സെലക്ട് ചെയ്യുക, നേരെ താഴെ ഒരു ക്യാപ്ച കോഡ് ഉണ്ടാവും, ആ ക്യാപ്ച കോഡ് കൊടുത്ത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഡീറ്റെയിൽസ് വരും. ആ ഡീറ്റെയിൽസ് വ്യൂ ഡീറ്റെയിൽസ് അതിലോട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ മുഴുവൻ ഡീറ്റെയിൽസ് വരും, ആ വോട്ടറുടെ മുഴുവൻ ഡീറ്റെയിൽസ് വരും. അവർ ഏത് ജില്ലയിലാണ്, ഏത് സംസ്ഥാനത്താണ്, ഏത് നിയമസഭയിലാണ്, എവിടെയാണ് അവരുടെ ബൂത്ത്. ഏറ്റവും താഴെ സ്ക്രോൾ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ അവരുടെ BLO ആരാണെന്ന് അവരുടെ മൊബൈൽ നമ്പർ അടക്കമുണ്ടാവും. ആ മൊബൈൽ നമ്പർ എടുക്കുക, അവർക്ക് വിളിക്കുക, ഇതിൻ്റെ സീരിയൽ നമ്പർ ഇതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ നിങ്ങളെ കാണാതെ നിൽക്കിയ കാര്യം. അപ്പോൾ എളുപ്പമുണ്ട്, കിട്ടും. ഇത്ര ഈസിയാണ്. ഇത്ര ഈസിയാണ്. അപ്പോൾ മിൻഷാദ് ഭായ്, ഇപ്പോൾ 2 ദിവസം മുമ്പ് വാട്സപ്പിലൂടെ കറങ്ങിയിട്ടുണ്ടായിരുന്നു, ചെവി മറച്ച് വെച്ചിട്ടുള്ള ഫോട്ടോ ബുദ്ധിമുട്ടാണ്, ചെവി കാണിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ എന്തെങ്കിലും വല്ലതും ഉണ്ടോ? അങ്ങനെ ഒരു സംഭവമല്ല. ഫോട്ടോ നിർബന്ധമല്ല എന്ന് പറഞ്ഞിട്ടുള്ളത്. ഫോട്ടോ നിർബന്ധം തന്നെ ഇല്ല. അപ്പോൾ ഇതിൽ പറഞ്ഞത് നമുക്ക് ഫോട്ടോ നമ്മൾ വോട്ട് ചെയ്യുന്ന സമയത്ത് അവിടെ പോയിട്ട് ഇത് ഇന്ന ആൾ തന്നെയാണ്. അപ്പോൾ മൊയ്നുഖാന്റെ പഴയ ഫോട്ടോ കണ്ടുകൊണ്ട് പുതിയ ഫോട്ടോ കണ്ടുകൊണ്ട് അതിൽ വ്യത്യാസം ചെല്ലുമ്പോൾ ഒരു നല്ല സുന്ദരനായിട്ടുള്ള ഒരാള് ഇപ്പൊ ചെല്ലുമ്പോ അന്നുള്ള ഒരു വിരൂപിയായിട്ടുള്ള ഒരാള് ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടല്ലേ? അപ്പൊ പുതിയൊരു നല്ലൊരു ഫോട്ടോ അവിടെ കൊടുത്താൽ പുതിയ ഇത് വരും. അത്രേ ഉള്ളൂ. അല്ലാതെ ഈ ഫോട്ടോയിൽ വേറെ സംഗതി ഒന്നുമില്ല. ഫോട്ടോയിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഇത് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെ സംഭവിക്കുന്നത്? ഇവിടെ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും സംഭവിക്കില്ല. സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് ആപ്പിൽ ഇത് കാണാൻ വേണ്ടിയിട്ടുള്ള മാത്രമാണ്, വേറെ ഒന്നുമില്ല, വേറൊരു സംഗതിയില്ല. വളരെ എളുപ്പമാണ്. നിങ്ങളുടെ BLOന്റെ അടുത്ത് നിങ്ങൾ തുറന്ന് ചോദിക്കാവുന്നേ ഉള്ളൂ. അവരുടെ കടമയാണ് നിങ്ങൾക്ക് ഫോം എത്തിക്കുക എന്നുള്ളതും നിങ്ങളുടെ സംശയങ്ങൾ തീർക്കുക എന്നുള്ളതും. അപ്പോൾ ഇതുപോലുള്ള സംഗതികൾ അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ നിങ്ങളുടെ BLOന്റെ ചോദിക്കുക. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. ഈ ഒരു പ്രോസസ്സ് ആസ് എ ഇന്ത്യൻ സിറ്റിസൺ, ഇന്ത്യൻ പൗരൻ എന്ന നിലയ്ക്ക് നമ്മൾക്ക് ഈ ഒരു സംഗതി ചെയ്ത് നമ്മളെയും കൂടി വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തുക എന്നുള്ളത് മാത്രമേ ഈ ഒരു പ്രോസസ്സിൻ്റെ ഒരു ഉദ്ദേശമുള്ളൂ. അപ്പോൾ മാക്സിമം എല്ലാവരും സഹകരിക്കുക.